ഒരു തെരഞ്ഞെടുപ്പ് ദിവസം എന്നത് ഏറെ വർഷങ്ങളായി കേരളത്തിലെ CPM-നെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ്. രാവിലെ ജനങ്ങൾ ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഏതെങ്കിലും ഒരു വിവാദം പൊട്ടിവീഴും. അതോടെ മാധ്യമങ്ങളും നേതാക്കളും മറ്റു പാർട്ടികളുമെല്ലാം അതിന് പിന്നാലെ പോകും. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അന്ന് വരെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത് CPM ഉണ്ടാക്കിയ മൈലേജ് എല്ലാം അതോടെ അവസാനിക്കുകയും ചെയ്യും. 2012 നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോഴത്തെ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പിലും ആ പതിവ് തെറ്റിയിട്ടില്ല. രാവിലെ തന്നെ CPM ഒരു അടി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ശക്തമല്ലെങ്കിലും ഇലക്ഷൻ ദിനമായതുകൊണ്ട് ആ പ്രഹരം കണ്ടില്ലെന്ന് നടിക്കാനുമാകില്ല. 2012 ജൂൺ 2 നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പ്. CPM MLA ആയിരുന്ന R. ശെൽവരാജ് പാർട്ടി വിട്ടതിനെ തുടർന്നായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് വന്നത്. പാർട്ടി വിട്ട ശെൽവരാജ് കോൺഗ്രസിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി. അതോടെ ഉപതെരഞ്ഞെടുപ്പിനെ വാശിയേറുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ കുതിരക്കച്ചവട രാഷ്ട്രീയവും ശെൽവരാജിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയും പറഞ്ഞ് CPM കളം നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു RMP നേതാവ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടക്കുന്നത്. CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ആ രാഷ്ട്രീയ കൊലപാതകം നെയ്യാറ്റിൻകരയിൽ തിരിച്ചടിയാകുമെന്ന് പാർട്ടിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഏറെ CPM-നെ പ്രതിരോധത്തിലാക്കിയത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വോട്ടെടുപ്പ് ദിനത്തിൽ TPയുടെ വീട്ടിലേക്ക് നടത്തിയ സന്ദർശനമായിരുന്നു. തന്നോട് എന്നും അടുപ്പം പുലർത്തിയിരുന്ന TPയുടെ വീട്ടിൽ പോയി അമ്മയെയും വിധവയായ KK രമയെയും മകനെയും കാണാൻ VS ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നുവെന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. വാർത്താമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം VS രമയെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യം നിറഞ്ഞു നിന്നു. ആ ദിവസം അങ്ങനെ TP എന്ന ഒരൊറ്റ പേരിലേക്ക് ഒതുങ്ങിപ്പോയി. ആ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത തോൽവിയായിരുന്നു ഫലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തുടർച്ചയായ രണ്ടാം ഊഴം ഉറപ്പിച്ച് CPM വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് 2021 ഏപ്രിൽ 6 വളരെ ആത്മവിശ്വാസത്തോടെയാണ് CPM അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വിവാദങ്ങളേറെ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും അവസാനം വരെ നിറഞ്ഞു നിന്നത് മേഴ്സിക്കുട്ടിയമ്മക്കെതിരെ ഉയർന്ന ആഴക്കടൽ മത്സ്യബന്ധന കരാർ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്ന വിവാദത്തിൽ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആ കരാർ നേടിയ EMCC കമ്പനി ഉടമ തന്നെ രംഗത്ത് വരികയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ആക്രമിക്കാൻ ശ്രമം നടന്നു എന്നാരോപിച്ച് ഷിജു രംഗത്ത് വന്നു. സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും അദ്ദേഹം ഒരു ശ്രമം നടത്തി. ഈ വിവാദം മറ്റുള്ള സ്ഥലങ്ങളിൽ CPM-ന് തിരിച്ചടി ആയില്ലെങ്കിലും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കുണ്ടറയിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ തോറ്റുപോയി. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും മത്സരിക്കാനിറങ്ങി പരാജയപ്പെട്ട ഏക മന്ത്രിയായി മേഴ്സിക്കുട്ടിയമ്മ മാറുകയും ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തലവേദന CPM-നെ കൈവിട്ടില്ല. എക്കാലവും പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്ന EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് വിവാദമായത് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എന്നാൽ ആ വിവാദങ്ങൾക്കെല്ലാം പിണറായി വിജയനും EP-യും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തിരഞ്ഞെടുത്തത് ആ വോട്ടെടുപ്പ് ദിവസം തന്നെ ആയിരുന്നു. ജാവദേക്കറെ കണ്ടെന്നും അതിൽ രാഷ്ട്രീയമില്ലായിരുന്നു എന്നുമാണ് EP പറഞ്ഞത്. എന്നാൽ പിന്നാലെ ധർമ്മടത്തെ തെരഞ്ഞെടുപ്പ് ബൂത്തിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് പിണറായി വിജയൻ പറഞ്ഞത് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയെന്നായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആലത്തൂർ ഒഴികെ 19 മണ്ഡലങ്ങളിലും CPM-ന് വലിയ തോൽവിയും സംഭവിച്ചു. ഇപ്പോഴത്തെ CPM-ൻ്റെ തലവേദന കട്ടൻ ചായയും പരിപ്പോടയുമാണ്. സിറ്റിംഗ് മണ്ഡലമായ ചേലക്കരയിൽ ഈ വിവാദം വിനയായാൽ അത് CPM-ന് വല്ലാത്ത ക്ഷീണമാവും. പ്രത്യേകിച്ചും പാലക്കാട് കൂടി വിജയിച്ച് സഭയിൽ സെഞ്ചുറി തികയ്ക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഈ സമയത്ത്